അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി ഫെഡറൽ കോടതി. തീരുവ നടപ്പാക്കാനുള്ള തീരുമാനം യുഎസ് പ്രസിഡന്റിന്റെ അധികാര പരിധിയിൽ വരില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മധു, വെരി ഗുഡ് മോർണിംഗ്. അവിടെ ഗുഡ് ഈവനിംഗ് ആണ്. എന്താണ് ഇത്തരത്തിൽ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ പുതിയ തീരുമാനവും ഉത്തരവും? അത് ഏത് രീതിയിലാണ് ട്രംപിന് തിരിച്ചടിയാകുന്നത്? കാരണം അധിക തീരുവ ഏർപ്പെടുത്തിയ തീരുമാനം നേരത്തെ ട്രംപ് അറിയിച്ചത് മുതൽ ലോകക്രമം ആ രീതിയിൽ മാറിത്തുടങ്ങിയിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ കോടതി ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന നിരീക്ഷണങ്ങളും ഉത്തരവും? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. വൈറ്റ് ഹൗസിലെ റോസ് ഗാർഡൻസിൽ പരസ്യമായി ഈ തീരുവകളൊക്കെ പ്രഖ്യാപിച്ച് ലോകത്തെ മിക്ക പ്രധാന രാജ്യങ്ങൾക്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഈ പകരച്ചുങ്കം ആഗോളതലത്തിൽ തന്നെ വ്യാപാര മേഖലയിൽ വലിയ അങ്കലാപ്പും അതുപോലെ ചലനങ്ങളും ഒക്കെ സൃഷ്ടിച്ചിരുന്നു. നമുക്കറിയാം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിലപേശലുകളും ഇപ്പോഴും വാഷിംഗ്ടണിൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ ഫെഡറൽ ട്രേഡ് കോടതി ഇത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്ന അധികാര പരിധിക്കും അപ്പുറമാണ് ഈ അധിക ചുങ്കം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനമെന്നാണ് ഈ മൂന്നംഗ ഫെഡറൽ കോടതി പറയുന്നത്. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നിരീക്ഷണം. ചൈന ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട 2 കേസുകളിലാണ് കോടതി വലിയ തോതിൽ ഈ തീരുവ ഏർപ്പെടുത്തിയത് തടഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ഈ വ്യാപാര ബന്ധങ്ങളെയൊക്കെ പുനഃക്രമീകരിക്കുവാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഈ വിധി താൽക്കാലിക തിരിച്ചടി നൽകിയിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസിന്റെ പ്രതികരണം ഔദ്യോഗികമായി ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇതോടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവും ഈ പറയുന്ന കേസുകൾ കൊടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ കമ്പനികളുമായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് സുപ്രീം കോടതിയിൽ ഇതോടെ വഴിയൊരുങ്ങുകയാണ്. ക്രിസ്റ്റീന, പ്രജിൻ. മധു, ഒരു കാര്യം കൂടി. ഈ അമേരിക്കൻ ഭരണഘടന പറയുന്നതനുസരിച്ചിട്ട് US കോൺഗ്രസിനാണ് മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അധികാരമുള്ളത്. ആ അധികാര പരിധിക്ക് അപ്പുറം നിന്ന് ഒരു പ്രസിഡന്റ് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ ഈ ഫെഡറൽ ട്രേഡ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്, അത് തടയപ്പെട്ടത്. ഇനി ഇതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? ഒപ്പം തന്നെ മാർക്കറ്റ് വലിയ ചീറലാണല്ലോ, മാർക്കറ്റ് വളരെ നന്നായി പോകുന്നുണ്ട് ഈ ഒരു തീരുമാനത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഇത്തരം തീരുമാനങ്ങൾ US കോൺഗ്രസിന്റെ അനുമതിയോട് കൂടിയാണ് നൽകേണ്ടതെന്ന് പറഞ്ഞ ഒരു വാദം ഉണ്ടായിരുന്നു. ആ വാദത്തോടാണ് ഇപ്പോൾ ഈ ട്രേഡ് കോർട്ടും യോജിച്ചിരിക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇത് പറയുന്നത് വർഷങ്ങളായിട്ട്, ഏതാണ്ട് 49 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് വ്യാപാര കമ്മി പല രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്കുണ്ട്. ഇതൊരു അടിയന്തര ഘട്ടമാണ്. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ US പ്രസിഡന്റിനെ ഇടപെടുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് എന്നുള്ളൊരു വാദം ഉദ്ധരിച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു നീക്കത്തിന് നീങ്ങിയത്. ഇനിയും ഇത് നിയമത്തിന്റെ വഴിയിലാണ്. സുപ്രീം കോടതിയാണ് ഇതിനകത്ത് ഒരു അന്തിമ വിധി പറയേണ്ടത്. കൃഷ്ണ, പ്രജി. യെസ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കര പങ്കുവച്ചത്. ട്രംപിന് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ പകരച്ചുങ്കം അത് വലിയ രീതിയിൽ തന്റെ രാഷ്ട്രീയ വിജയമായി തന്നെ ട്രംപ് പറയുന്ന സമയത്താണ് ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് അതിൽ ട്രംപ് പ്രതികരിക്കുന്നത്, നിയമപരമായി എങ്ങനെയാണ് ട്രംപിന്റെ ഭരണകൂടവും നീങ്ങുക എന്ന് കാത്തിരുന്ന് കാണാം.